എല്ലാവർക്കും കാത്തൂസ് ഫ്രെയിമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങളൊരു ചെറിയ യാത്ര കഴിഞ്ഞിട്ട് 2 ദിവസം വീടടച്ചിട്ടു അമ്പലപ്പുഴയിൽ പോയി വന്നു. നിങ്ങൾ കണ്ടായിരുന്നല്ലോ അല്ലേ, നമ്മൾ അമ്പലപ്പുഴയിലേക്ക് രാത്രിയാണ് പോയത്. 2:30 ആയപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് പോയത്. അതായത് ട്രാഫിക് ബ്ലോക്കൊക്കെ ഒഴിവാക്കി നമ്മൾ പകൽ സമയത്ത് പോവുകയാണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കുമല്ലോ. അപ്പോൾ ആ ചൂടൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രാത്രിയിൽ പോയത്. തിരിച്ച് ഞങ്ങൾ എത്തിയതും രാത്രി വെളുപ്പാങ്കാലത്ത് 2:30-3 മണിക്ക് തന്നെയായിരുന്നു തിരിച്ചെത്തിയതും. പിന്നെ വന്ന് കിടന്ന് ഉറങ്ങി. അപ്പം എല്ലാ സാധനങ്ങളും ഇതേപോലെ വലിച്ചു വാരി കൊണ്ടുവന്ന അമ്പലപ്പുഴയിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളും ഞങ്ങൾ കൊണ്ടുപോയ ഡ്രസ്സും ബാഗും എല്ലാം പല സ്ഥലത്തായിരുന്നു. അതൊക്കെ ഞാൻ രാവിലെ എഴുന്നേറ്റ് എല്ലാം അടുക്കി പെറുക്കി വെക്കുന്ന ഒരു വീട് നമ്മളൊന്ന് ഓർഡറിലേക്ക് കൊണ്ടുവരുന്ന ഒരു വീഡിയോയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ. അങ്ങനെ നമ്മൾ കൊണ്ടുപോയ ഡ്രസ്സുകളെല്ലാം മടക്കി അലമാരിയിൽ വെച്ചു. ഇത് ഇവന്മാർക്ക് നമ്മൾ കാറിൽ ഇവരെ കിടത്തി ഉറക്കിയാണല്ലോ കൊണ്ടുപോയത്. അപ്പം കാറിൽ നമുക്കൊരു ബെഡുണ്ട്. ആ ബെഡിൻ്റെ പുറത്ത് ഞാനൊരു കംഫർട്ടും 2-3 പില്ലോ ഒക്കെ വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് വെയിലത്തിട്ടൊന്ന് ചൂടാക്കി എടുത്ത് മടക്കി വെക്കാം. ഇനി അടുത്ത ലോങ് ട്രിപ്പ് വരുമ്പോൾ നമുക്കത് യൂസ് ചെയ്യണമല്ലോ. നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട്. ഇടയ്ക്ക് മാധവും കൂടി വന്ന് എല്ലാം ഹെൽപ്പ് ചെയ്തു. കാർ പോർച്ചിലും കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ രാത്രിയിൽ പോയതുകൊണ്ട് പെട്ടെന്ന് തിരക്കിട്ട് എല്ലാ സാധനങ്ങളും എടുത്ത് ഇങ്ങനെ എല്ലായിടവും അലുകുലത്തായി കിടക്കുകയാണ്. അപ്പം അവന്മാരെ 2 പേരെയും നല്ല വെയിലായതുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറക്കിയില്ല. 2 പേരെയും TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടി ഞാൻ തൂത്തുവാരി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുടയ്ക്കണം. ഈ വീട് വൃത്തിയാക്കുക, വീട്ടിലെ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് അതായത് പൊസിഷനിൽ വെക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ അതിനെ ഒരിക്കലും ഒരു വലിയൊരു പണിയായിട്ടോ അല്ലെങ്കിൽ ധൃതി പിടിച്ചോ ചെയ്യുന്ന കാര്യമല്ല. ഞാൻ സമയമെടുത്ത് വളരെ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ക്ലീനിങ്ങും അടുക്കി പെറുക്കി വെക്കുക എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് എനിക്കത് വലിയ പണിയായിട്ട് തോന്നാറുമില്ല. വീട് എപ്പോഴും വൃത്തിയായിട്ട് കിടക്കുന്നതാണ് എനിക്കിഷ്ടം. അത് അങ്ങനെ ചെയ്യാത്തവരെ ഞാൻ നിർബന്ധിക്കാറുമില്ല. അതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. ചിലർക്ക് മെസ്സിയായിട്ട് കിടക്കുന്നത് കുഴപ്പമില്ലായിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് എപ്പോഴും വൃത്തിയായിട്ടിരിക്കുന്നതാണ് എൻ്റെ മനസ്സിൻ്റെ സന്തോഷം, എനിക്കൊരു പോസിറ്റിവിറ്റി തരുന്നത്. അപ്പം നമ്മുടെ ഇത് കിളിച്ചുണ്ടൻ മാങ്ങയാണ്. നല്ല കച്ചിയിൽ വെച്ച് പഴുപ്പിച്ച മാങ്ങ അമ്പലപ്പുഴയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനത് പറയാൻ വിട്ടുപോയി. അവിടെ അമ്പലപ്പുഴയിൽ ഒരു കടയുണ്ട്. അവിടെ ഇങ്ങനെ കച്ചിയിൽ വെച്ച് പഴുപ്പിച്ച് നല്ല അടിപൊളി കിളിച്ചുണ്ടൻ മാങ്ങ തരും. അതിൻ്റെ ഇടയ്ക്ക് ബ്ലിങ്കിറ്റിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. ബ്ലിങ്കിൻ്റെ കവർ ഞാൻ എടുത്ത് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ക്ലീനിങ് മെസ്സിയായിട്ട് കിടക്കുന്ന വീഡിയോ മെസ്സിയായിട്ട് കിടക്കുന്നത് ചിലർക്ക് കുഴപ്പമില്ലായിരിക്കാം. അതൊക്കെ ഓരോരുത്തരുടെയും ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുക. എനിക്ക് സന്തോഷം തരുന്ന കാര്യം, എന്നെ പോസിറ്റീവ് ആക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യണമല്ലോ. അല്ലാതെ നമുക്ക് വേണ്ടിയിട്ട് വേറെ ആരും ചെയ്തു തരത്തില്ലല്ലോ. അപ്പം അത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇത് നാടൻ കോഴിമുട്ട, അതും അമ്പലപ്പുഴയിൽ നിന്ന് തന്നുവിട്ടാണ്. അമ്പലപ്പുഴയിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഡ്രസ്സ് മാത്രമായിട്ടാണ് പോകുന്നത്. പക്ഷെ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വണ്ടി വരുന്ന പോലെ ഒരു വണ്ടി സാധനമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ അരി ഉണ്ടായിരിക്കും, തേങ്ങ ഉണ്ടായിരിക്കും, പിന്നെ കറികളുണ്ടായിരിക്കും. നല്ല മീൻകറിയൊക്കെ വെച്ച് അമ്മ തന്നുവിടും, അച്ചാറിട്ട് തന്നുവിടും. അച്ചാറൊക്കെ നമ്മുടെ ഫ്രിഡ്ജിലിരിപ്പുണ്ട്. പിന്നെ നമ്മുടെ മുഷിഞ്ഞ ഡ്രസ്സുകളൊക്കെ ഞാൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീനിലിട്ടു. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിച്ചിട്ടില്ലായിരുന്നു. അതിൻ്റെ ടൈമായി. മാധവനും നീരവനും വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് കൈയൊക്കെ കഴുകി മുഖമൊക്കെ കഴുകുന്നു വൃത്തിയായിട്ട് കിച്ചണിലേക്ക് കയറി. പെട്ടെന്ന് തന്നെ അവന്മാർക്കൊരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു. അതായത് നമ്മൾ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് ഒരു ചീസ് ഓംലെറ്റ് പോലെ ഉണ്ടാക്കി അവർക്ക് ഞാൻ കൊടുത്തു. അവന്മാർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണത്. പെട്ടെന്ന് കഴിക്കുകയും ചെയ്യാമല്ലോ. നമ്മൾ സ്ഥിരമായിട്ടും ബ്രെഡും ചീസ് ഓംലെറ്റൊന്നും അല്ല കൊടുക്കുന്നത്. ചീസ് ഓംലെറ്റ് ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ ബ്രെഡ് റെഗുലറായിട്ട് കൊടുക്കാറില്ല. ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലൊരു സിറ്റുവേഷൻ ഇങ്ങനെയാണല്ലോ. നമുക്ക് സമയമില്ല, ക്ലീനിങ് ചെയ്യണം, ഇതൊക്കെ ഒരാൾ തന്നെ ചെയ്യുമ്പോൾ എല്ലാ കാര്യത്തിനും നമുക്ക് സമയം കിട്ടണം എന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടി അവർക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ചായ 2 പേർക്കും പുതിയ കപ്പൊക്കെ വാങ്ങി. മാധവിൻ്റെ ഒരു മാജിക് കപ്പാണ്. അപ്പോൾ അതിൽ നമ്മൾ നല്ല ചൂട് വെള്ളമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചൂടായിട്ടുള്ള എന്തെങ്കിലും ഒഴിക്കുമ്പോൾ അതിൽ റൊണാൾഡോയുടെ പിക്ചർ ഇങ്ങനെ തെളിഞ്ഞു വരും. അത് മാധവിനേക്കാളും കൗതുകത്തോടു കൂടി ഞാൻ നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ കിച്ചണിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞപ്പോൾ അടുക്കള മെസ്സിയായി. അതെല്ലാം വൃത്തിയാക്കി ചായ ഇട്ട തേയിലമട്ടും പച്ചക്കറിയുടെ കുറച്ച് വേസ്റ്റും മുട്ടത്തോടും എല്ലാം കൂടി ഞങ്ങളുടെ ബാക്ക് യാർഡിലുള്ള പച്ചക്കറിയുടെ ചോട്ടിക്കൊണ്ടിട്ടു. അതിനുശേഷം കിച്ചൺ സ്ലാബൊക്കെ ഞാൻ വൃത്തിയാക്കുന്നു. കുറച്ചധികം പാത്രങ്ങൾ കഴുകാനുണ്ട്. അതൊക്കെ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
9 മിനിറ്റാണ് ഈ ഒരു വീഡിയോയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. പക്ഷേ രാവിലെ ഒരു 9 മണിക്ക് തുടങ്ങിയ പരിപാടി ഞാൻ ഏകദേശം ഒരു 1:30-2 മണിയായപ്പോഴാണ് തീർന്നത്. അപ്പം ഒരു 4-5 മണിക്കൂർ എടുത്ത കാര്യമാണ് നിങ്ങൾ ഈ ഒരു 10 മിനിറ്റ് 9 മിനിറ്റിൽ കാണുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ എന്തായാലും കാണൂ.